കഴിഞ്ഞ ദിവസം അമേരിക്കൻ മാർക്കറ്റ് മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുകയും അമേരിക്കൻ ഇൻഡെക്സുകൾ റെക്കോർഡ് ഹൈയിൽ ക്ലോസിംഗ് നൽകുകയും ചെയ്തു. S&P 2.1%, നാസ്ഡാക്ക് 3%, ഡോ ജോൺസ് 1.18% ഉയർന്നു. ഡോ ജോൺസ് 39,000 എന്ന ലെവലിന് മുകളിൽ ആദ്യമായി റെക്കോർഡ് ഹൈയിൽ ക്ലോസിംഗ് നൽകുകയും ചെയ്തു. മാർക്കറ്റ് പ്രതീക്ഷിച്ചതിനേക്കാളും മികച്ച രീതിയിൽ ടെക് സെക്ടറിലെ സ്റ്റോക്കുകൾ പെർഫോം ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിലാണ് അമേരിക്കൻ മാർക്കറ്റിൽ ഉയർന്ന ബൈയിങ് മൊമെൻ്റം വന്നത്. മെറ്റ, ആമസോൺ തുടങ്ങിയ സ്റ്റോക്കുകൾ 4%-അടുത്തും മൈക്രോസോഫ്റ്റ്, നെറ്റ്ഫ്ലിക്സ് തുടങ്ങിയ സ്റ്റോക്കുകൾ 2%-ന് മുകളിലും ഉയർന്നു. ഏറ്റവും മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചത് NVIDIA ആയിരുന്നു. NVIDIAയുടെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ റവന്യൂ ഇയർ ഓൺ ഇയറിൽ 265% ഉയർന്നതിൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റോക്ക് 16.4%-ഓളം ഉയർന്നു. വരുന്ന ക്വാർട്ടർലി റിസൾട്ട് സെഷനുകളിൽ ടെക് സെക്ടറിലെ സ്റ്റോക്കുകൾ മികച്ച പെർഫോമൻസ് നൽകും അല്ലെങ്കിൽ മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കും എന്നുള്ള ഒരു പോസിറ്റീവ് ഔട്ട്ലുക്കാണ് NVIDIAയുടെ ക്വാർട്ടർലി റിസൾട്ട് നൽകിയത്. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് അമേരിക്കൻ മാർക്കറ്റിൽ ഉയർന്ന ബൈയിങ് മൊമെൻ്റം വന്നത്. അതുകൊണ്ട് ഇന്നത്തെ ദിവസം ഇന്ത്യൻ മാർക്കറ്റിലും ടെക് സ്റ്റോക്കുകളെ നമ്മൾക്ക് പ്രത്യേകമായും ഫോക്കസ് ചെയ്യാവുന്നതാണ്. ഇനി ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ശ്രദ്ധിക്കേണ്ട ചില പ്രധാന സ്റ്റോക്കുകളിലേക്ക് കടക്കാം. ഒന്നാമത്തെ സ്റ്റോക്ക് ബജാജ് ഓട്ടോ. ബജാജ് ഓട്ടോ എന്ന കമ്പനി ഇലക്ട്രിക് 2-വീലർ ബിസിനസ്സിലേക്ക് കൂടി അവരുടെ ശ്രദ്ധ വ്യാപിപ്പിക്കുന്നു എന്നുള്ളതാണ് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന പ്രധാന അപ്ഡേറ്റ്. ഇലക്ട്രിക് ബൈക്ക് മാനുഫാക്ചറിംഗ് കമ്പനിയായ യൂലു ബൈക്സിൽ ബജാജ് ഓട്ടോ 45 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി യൂലു ബൈക്കിൻ്റെ 18.8%-ഓളം സ്റ്റേക്ക് അക്വയർ ചെയ്തു. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ബജാജ് ഓട്ടോ എന്ന സ്റ്റോക്കിനെ വരും ദിവസങ്ങളിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ്. സ്റ്റോക്ക് ഇപ്പോൾ 52 വീക്ക് ഹൈയിൽ നിന്നും ഡിസ്കൗണ്ട് ലഭിക്കുന്നു. 8,192 52 വീക്ക് ഹൈ. സ്റ്റോക്ക് 6,698 ട്രേഡ് ചെയ്യുന്നു. 4 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനി 2-വീലർ ബൈക്ക് മാനുഫാക്ചറിംഗ് സെഗ്മെൻറ്റിൽ പ്രവർത്തിക്കുന്നു. ഓട്ടോ ആൻസിലറി കമ്പോണൻറ്റ് മാനുഫാക്ചറിംഗ് കമ്പനിയായ രാംകൃഷ്ണ ഫോർജിങ്സ് എന്ന സ്റ്റോക്കിനെയും നമ്മൾക്ക് ശ്രദ്ധിക്കാവുന്നതാണ്. രാംകൃഷ്ണ ഫോർജിങ്സിൻ്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് കമ്പനിയുടെ മെക്സിക്കോയിലെ മാനുഫാക്ചറിംഗ് പ്ലാന്റിൽ 90 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. ഇതുവഴി കമ്പനി മെക്സിക്കോയിൽ പ്രൊഡക്ഷനും സപ്ലൈയും ഒക്കെ ആരംഭിക്കാൻ സാധ്യതയുണ്ട്. ജിയോഗ്രഫിക് ലൊക്കേഷനിലേക്ക് കമ്പനി അതിൻ്റെ മാനുഫാക്ചറിംഗ് കപ്പാസിറ്റി എക്സ്പാൻഡ് ചെയ്യുന്നത് രാംകൃഷ്ണ ഫോർജിങ്സ് എന്ന സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന പോസിറ്റീവ് അപ്ഡേറ്റ് ആണ്. സ്റ്റോക്ക് 738 രൂപയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് 2.6% ഇടിഞ്ഞിരുന്നു. 13,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള സ്റ്റോക്കും 52 വീക്ക് ഹൈയിൽ നിന്നും ഡിസ്കൗണ്ട് ലഭിക്കുന്നു. ഓയിൽ ഇന്ത്യ എന്ന സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ശ്രദ്ധിക്കാവുന്നതാണ്. ഓയിൽ ഇന്ത്യ എന്ന കമ്പനി ഫാക്ട് അല്ലെങ്കിൽ ഫെർട്ടിലൈസർ ആൻഡ് കെമിക്കൽസ് ട്രാവൻകൂർ എന്ന കമ്പനിയുമായി ചേർന്ന് മെമ്മറാൻഡം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. ഗ്രീൻ ഹൈഡ്രജൻ ഹാൻഡിൽ ചെയ്യുന്നതിനും ഗ്രീൻ അമോണിയ, ഗ്രീൻ മെത്തനോൾ തുടങ്ങിയ ഡെറിവേറ്റീവ്സ് യൂസ് ചെയ്യുന്നതിനും വേണ്ടിയാണ് ഈ രണ്ട് കമ്പനികളും മെമ്മറാൻഡം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഒപ്പുവെച്ചിരിക്കുന്നത്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഓയിൽ ഇന്ത്യ എന്ന സ്റ്റോക്കിനെ ശ്രദ്ധിക്കാം. 595 രൂപയ്ക്ക് അടുത്തായിട്ടാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. ഇൻഫ്രാസ്ട്രക്ചർ സെക്ടറിലെ സ്റ്റോക്കുകളെല്ലാം മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെ നമ്മൾക്ക് ശ്രദ്ധിക്കാവുന്ന ഒരു സ്റ്റോക്കാണ് ദിലീപ് ബിൽഡ്കോൺ. ദിലീപ് ബിൽഡ്കോൺ എന്ന കമ്പനിക്ക് ഗോവ പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും 270 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചിട്ടുണ്ട്. ദിലീപ് ബിൽഡ്കോൺ എന്ന സ്റ്റോക്ക് 466 രൂപയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നു. ടാറ്റ ഗ്രൂപ്പിൽ നിന്നും ശ്രദ്ധിക്കാവുന്ന ഒരു സ്റ്റോക്കാണ് ടാറ്റ എലാക്സി. നിംബസിൻ്റെ ഡെവലപ്പറായ അക്യൂനോക്സുമായി ചേർന്ന് ടാറ്റ എലാക്സി ഒരു സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. വളരെ സെക്യൂർ ആയിട്ടുള്ള 5G നെറ്റ്വർക്ക് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ടാറ്റ എലാക്സി അക്യൂനോക്സുമായി ചേർന്ന് പാർട്ണർഷിപ്പിൽ ഒപ്പുവെച്ചിരിക്കുന്നത്. കമ്പനി വരും സമയങ്ങളിൽ സെക്യൂർ 6G നെറ്റ്വർക്കിലും പ്രവർത്തിച്ചു തുടങ്ങും. സോന BLW പ്രസിഷൻ ഫോർജിംഗ് എന്ന ഓട്ടോമൊബൈൽ സ്റ്റോക്കിനെ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ശ്രദ്ധിക്കാവുന്നതാണ്. കമ്പനിക്ക് ഓട്ടോമൊബൈൽ സെക്ടറിലെ PLI സ്കീമിൽ എൻട്രി ലഭിച്ചു എന്നുള്ളതാണ് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന പ്രധാന അപ്ഡേറ്റ്. സോന BLW പ്രസിഷൻ എന്ന കമ്പനി ഇലക്ട്രിക് 2-വീലേഴ്സിന് ആവശ്യമായിട്ടുള്ള ഡ്രൈവ് മോട്ടോർ മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിയാണ്. ഒലട്ര ഗ്രീൻ ടെക് എന്ന സ്റ്റോക്കിനെയും നമ്മൾക്ക് ശ്രദ്ധിക്കാം. ഒലട്ര ഗ്രീൻ ടെക്കിന് ബ്രിഹാൻ മുംബൈ ഇലക്ട്രിക് സപ്ലൈ ആൻഡ് ട്രാൻസ്പോർട്ട് അണ്ടർടേക്കിങ്ങിൽ നിന്നും 2400 ഇലക്ട്രിക് ബസ്സുകളുടെ ഓർഡർ ലഭിച്ചിട്ടുണ്ട്. ഇലക്ട്രിക് ബസ്സുകളുടെ സപ്ലൈ മെയിൻ്റനൻസ് ഓർഡറാണ് ഒലട്ര ഗ്രീൻ ടെക്കിന് ലഭിച്ചത്. 4,000 കോടി രൂപയുടെ ഓർഡറാണ് കമ്പനിക്ക് ലഭിച്ചത്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഒലട്ര ഗ്രീൻ ടെക് എന്ന സ്റ്റോക്കിനെ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ശ്രദ്ധിക്കാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്